രാവിലെ ദേ ആവി പറക്കുന്ന പുട്ടും പഴവും ബ്രേക്ക്ഫാസ്റ്റ്. എൻ്റെ അമ്മയുടെ ബ്രേക്ക്ഫാസ്റ്റ്. രാക്കെ ഓഫീസിൽ പോയി, അങ്കു സ്കൂളിൽ പോയി. പുട്ടുണ്ടാക്കാൻ ഒരു കാരണമുണ്ടേ. അങ്കു ഇന്നലെ തൊട്ട് പ്രത്യേകം പറഞ്ഞതാണ്, അമ്മു എനിക്ക് പുട്ടും കൊഞ്ചേറിയും വേണം, ഇന്ന് ഉച്ചയ്ക്ക് അത് മതിയെന്ന്. അതുകൊണ്ട് ദേ അമ്മ കൊഞ്ചേറി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ രാക്കേക്കും അങ്കുവിനും പുട്ടും കൊഞ്ചേറിയാണ്, ഞങ്ങൾക്ക് ചോറ് വെക്കുക. കാരണം ഞങ്ങൾ രാവിലെ പുട്ടാണ് കഴിക്കുന്നത് ബ്രേക്ക്ഫാസ്റ്റിന്. കൊഞ്ചേറിയുടെ കൂടെ അമ്മ ഒരു മെഴുക്കുവരട്ടിയും കൂടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടേ. ഈ തക്കാളിയൊക്കെ ഇട്ട് നമ്മുടെ സിമ്പിളായിട്ടുള്ളൊരു കറിയാണ് ഇത്. നമ്മുടെ പാവയ്ക്ക മെഴുക്കുവരട്ടിയ ചോറും ഞങ്ങൾക്കത് മതി. പുട്ടിൻ്റെ ബാക്കി മാവ് നനച്ചത് വെച്ചിട്ടുണ്ട്. അവർ വരുമ്പോൾ അവർക്ക് പെട്ടെന്ന് ചുട്ടു കൊടുത്താൽ മതിയല്ലോ എന്ന് വിചാരിച്ചു. പിന്നെ ഫിസിയോതെറാപ്പിക്ക് പോകണം അമ്മയുടെ. അത് ഷോൾഡർ ലോക്ക് എന്ന് പറഞ്ഞൊരു സംഭവം കേട്ടോ. അമ്മയ്ക്ക് 15 ദിവസം ഫിസിയോതെറാപ്പി ചെയ്യണമെന്ന് പറഞ്ഞു. ഒന്നാമത് ഇവിടെ തണുപ്പും കൂടെ ആയതുകൊണ്ട് അത് കൂടി, അത് തന്നെ പോവുമെങ്കിലും ഫിസിയോതെറാപ്പി ചെയ്താലും ഒരു ആശ്വാസം കിട്ടുമല്ലോ എന്ന് വെച്ചിട്ടാണ് പോകുന്നത് കേട്ടോ. 15 ദിവസം ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കണം. ഞായറാഴ്ച ഇവിടെ പുള്ളിക്കാരന് അവധിയാണ്, ഞായറാഴ്ച ഒഴികെ ബാക്കി എല്ലാ ദിവസവും പോകണം. അപ്പോൾ നാട്ടിൽ മഴയും കാര്യങ്ങളും ചുഴലിക്കാറ്റും എന്നൊക്കെ ഞാൻ ന്യൂസിലൊക്കെ കണ്ടു. ഇവിടെ പിന്നെ തണുപ്പാണെന്ന് ഞാൻ എപ്പോഴും കാണിക്കുന്നതാണല്ലോ. രാക്കേക്ക് ഉച്ചയ്ക്കുള്ള പുട്ട് ചുട്ട് വെച്ചിട്ടുണ്ട്. നമ്മുടെ കൊഞ്ചേറിയും 1:30ക്കും 2 മണിക്കും ഇടയ്ക്കാണ് ഫിസിയോതെറാപ്പി ചെയ്യാൻ പോകാൻ പറഞ്ഞത് ഡോക്ടർ. അങ്ങനെ ദേ അമ്മ റെഡി ആയിട്ടുണ്ട്. രാക്കി അപ്പോഴത്തേക്ക് ലഞ്ച് കഴിക്കാൻ വന്നു കേട്ടോ. ഇല്ല വന്നിട്ട് മതി. അങ്ങനെ രാക്കെ കഴിച്ചോണ്ടിരിക്കുക കേട്ടോ. രാക്കെ 1:15 ഒക്കെ കഴിയുമ്പോൾ എത്തും. 2-2:15 ആവുമ്പോൾ തിരിച്ച് ഓഫീസിലെത്തണം. ഞങ്ങൾ എന്തായാലും ഇറങ്ങുകയാണ്. കാരണം നമുക്ക് ആ സമയം തന്നോണ്ട് ആ സമയത്ത് പോകുന്നതല്ലേ നല്ലേ. ഇപ്പം ഇവിടെ നല്ല വെയിലുണ്ട് കേട്ടോ, അതുകൊണ്ട് നല്ല ഐശ്വര്യമാണ്. സ്പ്രിംഗ്ലർ ഇല്ല. കഴിഞ്ഞ ദിവസം നമ്മൾ വന്നപ്പോൾ ഇവിടെ സ്പ്രിംഗ്ലർ വെച്ചിട്ട് നമുക്ക് പോകാൻ ബുദ്ധിമുട്ടല്ലായിരുന്നു. ഇന്ന് എന്തായാലും നമ്മൾ ആ പോകുന്ന വഴിയിലൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. എവിടെ ഉണ്ട്? അത് അപ്പുറ സൈഡ്. ആ ശരിയാ, അത് നനയുന്നതാ. പക്ഷെ ആ മൂലയിലോട്ട് അവർ വെച്ചിട്ടുണ്ടായിരുന്നേ. വെള്ളമാ ഇത്രയില്ല, അന്നലത്തെ അത്ര ഇല്ലെന്ന് തോന്നില്ലേ? ഇല്ല, കുഴപ്പമില്ല. ഈ കുളമാക്കി ഇടുന്ന എന്തിനാ? നീ ക്രിക്കറ്റ് കളിക്കുമ്പോഴൊക്കെ കാലി പറ്റത്തില്ലേ ഈ വെള്ളം? റൗണ്ട് വരെയുള്ള ക്രിക്കറ്റ് ആയിരിക്കും. ഇന്നലെയും കുളമായിട്ടുള്ളട്ടെ. ഇവിടെ ഒരു സുഖമല്ലേ ഈ ചെടികളുടെ താഴെ വരുമ്പം, ഒരു മനസ്സിനൊരു സ്വസ്ഥത. അങ്ങനെ നമ്മൾ ആരോഗ്യനികേതനെത്തി. അകത്തോട്ട് വീണ്ടും ബന്ധം മെല്ലെ കയറി. നമ്മൾ മാത്രമേ ഉള്ളൂ പതിവ് പോലെ. നമുക്ക് സുഖം കിട്ടും. അപ്പോൾ ഇതൊരു 15 മിനിറ്റത്തെ കാര്യമുള്ളൂ കേട്ടോ. ടൈം സെറ്റ് ചെയ്തിട്ട് ഇങ്ങനെയൊക്കെയുള്ള എന്തൊക്കെയോ കുത്തിയിട്ട് പോകും. 15 മിനിറ്റ് കൊണ്ട് അതെവിടെ വേണമെന്ന് വെച്ചാൽ അവിടെ ഇങ്ങനെ വെച്ച് കൊടുത്തത്. അത് ഷോൾഡർ ലോക്ക് എന്നാണ് പറഞ്ഞത്. ഇതിന് നമ്മൾ മരുന്നൊന്നും കഴിച്ചിട്ടൊന്നും കാര്യമൊന്നുമില്ല, തന്നെ പോകണം എന്നാണ് പറഞ്ഞത്. എന്തായാലും ഫിസിയോതെറാപ്പി ചെയ്യാമെന്ന് വെച്ച് വന്നതാണ്. അങ്ങനെ നമ്മളെല്ലാം കഴിഞ്ഞ് തിരിച്ച് ഷർമയുടെ കടയിൽ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് വീട്ടിലോട്ട് പോവുക. ലഞ്ചിന് ഞങ്ങൾ അവിടെ ചെന്നിട്ടേ കഴിക്കുന്നുള്ളൂ കേട്ടോ. അങ്കു പിന്നെ 4 മണിയാവാറാവുമല്ലോ വരാൻ. അപ്പോഴത്തേക്ക് അവന് പുട്ടി വിട്ട് കൊടുത്താൽ ഞങ്ങൾക്ക് ചോറാന്ന് പറഞ്ഞല്ലോ. ഇത് നമ്മുടെ രാക്കെ ഔട്ട് ഓഫ് സ്റ്റേഷൻ ആയിരുന്നു ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ രാജസ്ഥാനിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അവിടുത്തെ ബിക്കാനീർ എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് സ്വീറ്റ്സും നംകീൻസും ഒക്കെ ഫേമസാണ്. അപ്പോൾ അവിടുത്തെ ആ പ്രദേശത്തെ കുറച്ച് എന്താ പറയുക സ്പെഷ്യലായിട്ടുള്ള സാധനങ്ങൾ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം കേട്ടോ. ആദ്യമൊക്കെ ഞാനിവിടെ വന്നപ്പോൾ ഇങ്ങനെയുള്ള സാധനങ്ങളൊന്നും എനിക്ക് ഇഷ്ടമേ ഉണ്ടായിരുന്നില്ല. ഞാൻ കഴിക്കത്തേ ഇല്ലായിരുന്നു, പോലും നോക്കത്തില്ല എന്ന് പറയുന്നത് നോക്കത്തേ ഇല്ലായിരുന്നു. പക്ഷേ നമ്മൾ കഴിച്ച് മെല്ലെ നമ്മൾ ഓരോരുത്തരിങ്ങനെ തരുമ്പോൾ നമ്മൾ ചില സമയത്ത് ഇങ്ങനെ കഴിച്ച് വന്നാണ് എനിക്കിതൊക്കെ ഇഷ്ടപ്പെട്ടത് കേട്ടോ. വേറെ ഒന്നുമല്ല, നമ്മുടെ ഭുജിയ, പിന്നെ മിക്സ്ചറിൻ്റെ മധുരമുള്ള കോൺഫ്ലേക്സും നട്ട്സും ഒക്കെ ഇട്ട് അത് അവിടുത്തെ ഒരു ഫേമസ് സംഭവമാണെന്ന് പറഞ്ഞ് ആ പ്രദേശമൊക്കെ ഉള്ളവർക്ക് അറിയാം. ഹീരാലാൽസ് എന്നൊക്കെ പറഞ്ഞ് ഈ പേരുകൾ. നമ്മുടെ ഹൽദിറാംസ് എന്ന് കേട്ടിട്ടുണ്ടോ? അതുപോലത്തെ ഒരു ബ്രാൻഡാണ് ഇവരൊക്കെ. പിന്നെ ഒരു സ്വീറ്റ് എന്ന് പറയുന്നത് ഇത് കടിക്കാനൊക്കെ കുറച്ച് പാടാണ്. ഇത് കഴിക്കുമ്പോൾ നമ്മുടെ നാട്ടിലെ ഏതോ ഒരു മിഠായിയുടെ ഒരു ടേസ്റ്റ് വരും. ശരിക്കും നെയ്യും ഡ്രൈ ഫ്രൂട്ട്സും പാലും ഒക്കെ വെച്ച് എന്തോ ഉണ്ടാക്കിയ നല്ല കട്ടിയുള്ളൊരു എങ്ങനെ ഇരിക്കുന്നൊരു സ്വീറ്റാട്ടോ. നല്ല നെയ്യുടെ ടേസ്റ്റാണ്. ഡിന്നറിന് പാവഭാജിയാണ്. അതിന് അമ്മ തന്നെ കുറേ പച്ചക്കറിയൊക്കെ നമ്മുടെ യൂട്യൂബിൽ നോക്കിയാൽ പാചകം കണ്ടുപിടിച്ച കേട്ടോ. എന്നിട്ട്
നമ്മുടെ പാവഭാജി മസാല വാങ്ങിച്ചിട്ട് അതും പിന്നെ അമ്മയുടേതായ പൊടിക്കൈയിലൊക്കെ വെച്ചിട്ട് പാവഭാജി ഉണ്ടാക്കി, കറി ഉണ്ടാക്കി, ഭാജി ഉണ്ടാക്കി. പാവ് ഞാൻ പെട്ടെന്ന് ഒന്ന് റോസ്റ്റ് ചെയ്ത് എടുക്കാമെന്ന് വിചാരിച്ചു. ബട്ടറിലാണ് നമ്മൾ പാവഭാജിയുടെ ഭാജി ഉണ്ടാക്കുന്നത്, അതാ ടേസ്റ്റ്. ഞാൻ പാവ് പക്ഷേ നെയ്യിലങ്ങ് പെട്ടെന്ന് ആക്കി എടുക്കാം കേട്ടോ, കാരണം നെയ്യുടെ ഒരു ടേസ്റ്റും നല്ലത് തന്നെയായിരുന്നു. അപ്പോൾ ചെറുതായിട്ടൊന്ന് നെയ്യൊക്കെ ഒഴിച്ചിട്ട് നമ്മുടെ പാവ് തിരിച്ച് മറിച്ചിട്ടിട്ട് ചെറുതായിട്ടൊന്ന് മുറിച്ചെടുക്കാം. ഈ പാവഭാജിയുടെ പാവ് ശരിക്കും സോഫ്റ്റാണ്. ആ സോഫ്റ്റ് ആണെങ്കിൽ ആ ടേസ്റ്റും വരത്തുള്ളൂ. ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുണ്ടല്ലോ, അങ്കുവിൻ്റെ ഫേവറേറ്റ് ആണിത് പാവഭാജി എന്ന് പറയുന്നത്. അപ്പോൾ അതേ ഇന്ന് ഡിന്നർ ഞങ്ങൾക്ക് എല്ലാവർക്കും പാവഭാജിയാണ്. അത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നമ്മുടെ ഡിന്നർ റെഡി. ഇനി ഓരോരുത്തർക്കായിട്ട് കൊടുക്കട്ടെ. എല്ലാവരും വെയിറ്റ് ചെയ്യുന്നുണ്ട്. കാണാൻ നല്ല രസമല്ലേ ഇത്? ഇവിടെ നല്ല സോഫ്റ്റ് സംഭവം കിട്ടി. ഇത് ബോംബെക്കാരുടെയാണ് ശരിക്കും ഈ പാവഭാജി എന്ന് പറയുന്നത്. അപ്പം ഞാൻ കുറച്ച് ഭാജി എടുത്ത് പാവിലിട്ടിട്ട് ഇതിൻ്റെ മുകളിൽ കുറച്ച് സവാളയൊക്കെ അരിഞ്ഞിട്ടാൽ കാണാൻ ഭംഗിയാവും കേട്ടോ. അമ്മ ഓൾറെഡി പച്ച സവാള, നമ്മൾ പച്ചക്കില്ലേ, സവാള അരിഞ്ഞിട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് പിന്നെ അരിയാനൊന്നും പോയില്ല, ഇങ്ങനെ തന്നെ എല്ലാവർക്കും കൊടുത്തു കേട്ടോ. നെക്സ്റ്റ് ഡേ മോർണിംഗ് ആണ്. അപ്പോൾ അങ്കു ഇന്ന് സ്കൂളിൽ പോയില്ല കേട്ടോ. രാത്രി അവന് ചുമയും കുറച്ച് ഛർദിയൊക്കെ ഉള്ളതുകൊണ്ട് തണുപ്പായല്ലേ എന്ന് വെച്ചിട്ട് വിട്ടില്ല. അപ്പോൾ അവൻ ചെയ്യുന്നത് എന്താ വെച്ചാൽ ക്ലേ കൊണ്ടിട്ട് ഒരു സംഭവം ഉണ്ടാക്കുക. എനിക്ക് വിഷമം വന്നൊരു കാര്യം വെച്ചാൽ ഇവന് ശരിക്കും ഇതിൻ്റെ വലിയ മോഡൽ ഉണ്ടാക്കി തന്നെ സ്കൂളിൽ ഫസ്റ്റ് കിട്ടിയിട്ടോ. ഞാൻ ഇങ്ങനെയുള്ള സാധനങ്ങളൊന്നും കൊച്ചിൽ മുതലേ വാങ്ങിച്ചു കൊടുക്കത്തുണ്ടായിരുന്നില്ല. ആദ്യം കുറച്ച് സ്ലൈമൊക്കെ വാങ്ങിച്ചു കൊടുത്ത് അവൻ ഇവിടെയൊക്കെ ഇങ്ങനെ തേച്ച് വെക്കുന്നുണ്ട്. ഞാൻ ഇങ്ങനെയുള്ള സംഭവങ്ങളിൽ കൂടുതൽ അവനെ അങ്ങോട്ട് പ്രോത്സാഹിക്കാൻ പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഈ സാധനങ്ങളൊക്കെ അവന് കിട്ടുന്നത് എങ്ങനെയാ വെച്ചാൽ ഗിഫ്റ്റായിട്ടൊക്കെ കിട്ടുന്നതാട്ടോ. ഇപ്പം ഇവൻ ചെയ്തുകൊണ്ടിരിക്കുന്ന പോലും അവന് ഗിഫ്റ്റ് കിട്ടിയതാണ്. ഞാൻ അതിൽ ശരിക്കും എനിക്ക് വിഷമം തോന്നി. ഒരു ഡ്രാഗനെ ആയിട്ട് ഉണ്ടാക്കിയ. I will poke you with my horns. I will poke you with my horns. Say hello to baby dragon. Not dragon. Ow. ബേബി ഡ്രാഗൺ ആണത്. ബേബി ഇതോ കഴിഞ്ഞിട്ട് അയ്യോ ഒരു കുഞ്ഞു ബേബി ഡ്രാഗൺ. പക്ഷെ രാക്കേനൊക്കെ നല്ല പ്രോത്സാഹനം കൊടുക്കും കേട്ടോ. എന്നെ പേടിച്ചിട്ട് ഇങ്ങനെയുള്ള സാധനങ്ങളൊന്നും വാങ്ങിച്ചു കൊടുക്കത്തില്ലെന്നേ ഉള്ളൂ. ബ്രേക്ക്ഫാസ്റ്റ് അവന് പാവഭാജിയുടെ ബാക്കി ഇരിപ്പുണ്ടായിരുന്നു. അവന് ഇഷ്ടമാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതിൻ്റെ മുകളിൽ കുറച്ച് സേവൊക്കെ ഇട്ട് ഞങ്ങൾക്ക് ഉപ്പുമാവ്, എനിക്കും അമ്മയ്ക്ക്. അപ്പോൾ അവൻ്റെ കുട്ടി ഡ്രാഗനെ കൂടെ നോക്കിക്കോ, ഒരു ബേബി ഡ്രാഗൺ. ലഞ്ചിന് അമ്മ ചൊരക്കയും മുരിങ്ങയ്ക്കയും പച്ചവെള്ളം തക്കാളിയൊക്കെ ഇട്ടിട്ട് ഒഴിക്കുന്നൊരു കറി വെച്ച് കേട്ടോ. അതിൻ്റെ കൂടെ കുറച്ച് വഴുതനങ്ങയൊക്കെ ഒന്ന് പെരട്ടി വറക്കാമെന്ന് വെച്ചിട്ട് അത് ഇങ്ങനെ ഓൾമോസ്റ്റ് ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് നന്നായിട്ട് നമ്മുടെ തവയിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്ത് ഈ രീതിയിലാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ലഞ്ച് ഇന്ന് ഇതാണ് ഞങ്ങൾക്ക്. പിന്നെ കൂടെ ചോറും വെച്ചിട്ടുണ്ട്, തൈരുണ്ട്, പപ്പടമുണ്ട്, അച്ചാറ്, പിന്നെ നെല്ലിക്കച്ചാർ, നാരങ്ങ അച്ചാർ എല്ലാം ഇരിപ്പുണ്ടല്ലോ. അമ്മയും അങ്കും കൂടെ ഇന്ന് ഫിസിയോതെറാപ്പിക്ക് പോയത്. തിരിച്ച് വന്നപ്പോൾ നമ്മുടെ കസ്റ്റേർഡ് ആപ്പിൾ ഉണ്ടല്ലോ, ഇവിടെ സീതാഫൽ എന്ന് പറയും. നിങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ പല പേരുകളിൽ അറിയപ്പെടുന്ന ഒരു സംഭവമാണത്. അത് കഴിച്ച് നല്ല ഹെൽത്തി ആയിട്ട്, അതായത് ഒത്തിരി ഗുണമുള്ളൊരു സാധനമാണ് അതായിരുന്നു. ഇതാണ് നമ്മുടെ പാവഭാജിയുടെ പാവ് കേട്ടോ, ബോംബെ പാവ്. ഇവിടെ ഹാർവെസ്റ്റ് എന്ന് പറഞ്ഞൊരു കമ്പനിയുടെ കിട്ടും, നല്ല സോഫ്റ്റാണ്. ഇപ്പോൾ രാത്രിയിൽ ഞങ്ങൾ നടക്കാൻ ഇറങ്ങിയപ്പോൾ നമ്മുടെ ബിൽഡിങ്ങിൻ്റെ തൊട്ടപ്പുറത്തെ ബ്ലോക്കിൽ ഒരു കൂവളത്തിൻ്റെ അടുത്തൊരു വലിയ കല്ലൊക്കെ വെച്ചിട്ട് ശിവൻ്റെ ഇതൊക്കെ വെച്ചിട്ട് നമ്മൾ അമ്പലത്തിൽ വെക്കുന്ന പോലെ അവർ സെറ്റ് ചെയ്ത് വിളക്ക് കത്തിക്കുന്നുണ്ട്. ഇവിടെ ഓരോ ആൾക്കാരും അങ്ങനെ അവരുടേതായ ഒരു അമ്പലങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി വെക്കാറുണ്ട് കേട്ടോ. അതായത് കുഞ്ഞു ശിവലിംഗം കാര്യങ്ങളൊക്കെ വെച്ചിട്ട്. അത് ശരി. 50 rupees ആണ്. ഞങ്ങൾ നടക്കാറിറങ്ങാറായപ്പോൾ അങ്കു പറഞ്ഞു വാ നടക്കാൻ. അപ്പോഴേ എനിക്കൊരു ഡൗട്ട് തോന്നി, ഇവരെന്താ ഇത്ര മുന്നിൽ നിന്ന് നിൽക്കുന്നതെന്ന്. വേറൊന്നുമല്ല, അവൻ നേരെ പോയി മാഗി വാങ്ങിച്ചു കേട്ടോ. കാരണം മാഗി എന്നൊക്കെ പറഞ്ഞത് ഞാൻ വലിയ ചെവി കൊടുത്തില്ല. ഞാൻ അത്ര ഹെൽത്തി അല്ലല്ലോ എന്ന് വെച്ചാൽ ഞാനത് വിട്ടുപോയി. അവൻ സ്വന്തമായിട്ട് നമ്മുടെ ശർമാജിയുടെ കടയിൽ പോയിട്ട് മാഗി വാങ്ങിച്ചുകൊണ്ട് വന്ന് മിണ്ടാണ്ട്. അവന് മാഗി തിന്നാൻ തോന്നി കാണും. എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ എന്നൊക്കെ പറയുന്നത് അല്ലാതെ വാങ്ങിച്ചില്ലല്ലോ. അപ്പോൾ അവൻ എന്തായാലും പോയങ്ങ് വാങ്ങിച്ചു കേട്ടോ. അങ്ങനെ അമ്മയും ഞാനും മുകളിൽ കയറി നമ്മുടെ ക്രിക്കറ്റ് കാണുന്നോണ്ടിരിക്കുക. അതുകൊണ്ട് നമ്മൾ നമ്മുടെ ഫൗണ്ടൻ്റെ അടുത്തോട്ട് പോവാം. ഫൗണ്ടൻ്റെ ആ പണിയൊക്കെ കഴിഞ്ഞിട്ട് ലൈറ്റൊക്കെ ഇട്ട് കിടിലാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. വെള്ളത്തിൻ്റെ അതിൽ കൂടെ നീല ലൈറ്റ്, പല ദിവസവും പല കളറാണ്. ചില ദിവസം റെഡ് ആവും, ചില ദിവസം ഗ്രീൻ ആവും, ചിലപ്പോൾ എല്ലാം കൂടെ മിന്നി മറിഞ്ഞ് ഇന്ന് നല്ല നീല കളറാണ്. ഞങ്ങൾ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് റൗണ്ട് ചെയ്യാം. നല്ല തണുപ്പുണ്ട് കേട്ടോ. തണുപ്പെന്ന് വെച്ചാൽ കാറ്റിന് നല്ല
ഇങ്ങനെ തണുപ്പ് വരും, അപ്പം നമുക്ക് പെട്ടെന്ന് തണുക്കും. അതാണ് അമ്മ ഫുൾ പാക്കായിട്ട് ഇങ്ങനെ നടക്കാതിരുന്നാലും പറ്റത്തില്ലല്ലോ എന്ന് പറഞ്ഞിട്ടാണ്. പിന്നെ ഈ ഒരു രസമല്ലേ, എനിക്ക് നല്ല മടിയാട്ടോ. അമ്മ കുത്തി പൊക്കി കൊണ്ടുവരുന്നതാണ്. നമ്മൾ സ്ഥിരം കാണുന്ന മുയൽ അവിടെ ഇരിപ്പുണ്ട്. അതിന് മനസ്സിലാവുന്നുണ്ട് കേട്ടോ, അത് ചെവി കൂർപ്പിച്ച് നിന്ന് നോക്കുന്നു കണ്ടോ. നമ്മൾ ചെല്ലുമ്പോഴത്തേക്ക് ഓടുകട്ട്. നമ്മളെന്നും കറങ്ങാൻ ഇറങ്ങുമ്പോൾ ഈ മുയലിനെ കാണുന്നില്ലേ, അപ്പോൾ അത് ഓരോ സ്ഥലങ്ങളായിട്ട് ഇങ്ങനെ ചാടി ചാടി നടക്കുവേ. മെല്ലെ പോ. ഹലോ ബണ്ണി. ഇന്നത്തെ വീഡിയോയുടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാട്ടോ. ഒത്തിരി സ്നേഹത്തോടെ താങ്ക് യു സോ മച്ച്. ബൈ ബൈ.